ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഗേൾ ഇൻ അധോലോകം. ഇന്ന് ഞാനൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ മെയിൻ ഡിഷാണ് വഴുതനങ്ങ. വഴുതനങ്ങ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിൾ ആണ്. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയപ്പോൾ ചേച്ചി ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി. ഓമ്പാ പടപ്പൻ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. പിന്നെ ഞാൻ അതിൽ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് ദാഹി ബംഗൽ. ഇത് തൈരും വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി റെസിപ്പിയാണിത്. നമ്മൾ ഒരു പറ ചോറ് ഇത് വെച്ച് നമ്മൾ കഴിക്കും. ഇത് വെച്ചിട്ടല്ല, ഇത് കൊണ്ട് വെച്ച് കറി ഉണ്ടാക്കുന്നത് വെച്ച്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ എടുത്തിട്ട് അത് വട്ടത്തിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കനം കുറച്ച് നമുക്ക് അരിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത വഴുതനങ്ങ അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് മസാലപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇറക്കിയതിന് ശേഷം കുറച്ചു നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച വഴുതനങ്ങ എടുത്ത് നമുക്ക് നന്നായിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിൽ ചെറിയൊരു ചെരിവുള്ളതുകൊണ്ട് മോഹൻലാലിന്റെ മാതിരി വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പാന് എടുത്ത് വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തേക്ക് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് വേവണമാണ് വഴുതനങ്ങ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. പിന്നീട് ഇത് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിൽ നമുക്ക് തൈര് ഒഴിക്കാം. ഇവിടെ കിട്ടുന്ന നല്ല കട്ട തൈരാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എന്നിട്ട് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഇടാം. എന്തെങ്കിലും ജീരകപ്പൊടി ഇട്ടില്ല, അപ്പൊ ഞാൻ ഇടിക്കണേൽ കുറച്ച് ജീരകമിട്ട് ഇടിച്ച് ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനങ്ങ ഇതിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൽ നമുക്ക് കടുകിടാം. കടുകിട്ട് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് ജീരകവും ഇടാം. എന്നിട്ട് അത് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള അതിലേക്ക് ചേർക്കാം. ഏറ്റവും നല്ലത് ചുവന്നുള്ളിയാണ്, പക്ഷെ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവോള ചേർക്കുന്നു. എന്നിട്ട് ഇതിന് കളർ മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പൊ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ഇതില് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്താണ് കേട്ടോ. സൈഡിൽ ഞാൻ ചാളം വറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും തൈരിന്റെ ബൗളിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഒന്ന് ചെറുതായിട്ട് എറിഞ്ഞിട്ട് ഇതിന് മുകളിലിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ്. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ മല്ലിയില ചേർക്കും. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ.
നമുക്ക് വയറ് നിറച്ച് ഫുള്ള് ചോറ് ഉണ്ണാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.